ഇതേ മെയിൻ ഹൈവേ, അതും ബസ് റൂട്ട്. ഇവിടെ നിന്ന് നേരെ കാണുന്ന ലെഫ്റ്റിലുള്ള വഴി ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് തന്നെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ കാണിക്കാൻ പോണ ഈ നല്ല വീട്. നല്ല വീടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളത്, നല്ല സൗകര്യമുള്ളൊരു വീട് കണ്ടോ. നല്ലൊരു ജംഗ്ഷനാണിത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാനും എല്ലാം കിട്ടുന്ന നല്ലൊരു ജംഗ്ഷൻ. എപ്പോഴും ബസ്സുള്ളതുണ്ട്. അതേ അടുത്ത ബസ് പോണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ഈ ലുക്ക് വീട്. അതും സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് കണ്ടോ. വീടിൻ്റെ ഭംഗി നോക്കി. വീടിൻ്റെ ഫ്രണ്ടിലും ടാർ റോഡുണ്ടാവും. 2 വലിയ വണ്ടി പോകാനുള്ള വീതിയുള്ള ടാർ റോഡ്. വീടിൻ്റെ ലുക്ക് കണ്ട. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനും കണ്ട. എത്ര വണ്ടി പാർക്ക് ചെയ്യണം. നമ്മുടെ ഇന്നോവയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കണം. 2 XUV പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കണ്ട. ഫ്രണ്ടൊക്കെ നോക്കി. കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് അവർ നിർമ്മിച്ചത് നല്ല ബ്രാൻഡഡ് ആയിട്ടാണ്. കാരണം വേറെ ഒരു ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീട് ഫുൾ ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് പണിതേക്കണതാണ്. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഡോറിൻ്റെയൊക്കെ വീതി ഉണ്ട. ഇതാണ് ലിവിങ് സ്പേസ് വന്നത്. അവിടുത്തെ ഒരു ചെറിയൊരു ഇൻറ്റീരിയലൊക്കെ കാണിച്ചു തരാം കേട്ടോ. പാസേജിൽ ഇൻറ്റീരിയൽ വർക്കൊക്കെ കണ്ട. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഹാള്. ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനും എല്ലാനുള്ള ലിവിങ് ഏരിയയാണ്, ലിവിങ് സ്പേസാണ് കാണുന്നത്. അതിൻ്റെ ഹൈറ്റ് നോക്കി. അങ്ങനെ ഇവരിത് സ്വന്തമായിട്ട് പ്ലാനിൽ പണിയിപ്പിച്ച വീടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയാണ്. ഇതാണ് നിങ്ങളുടെ TV ഏരിയ. TV കാണാനും, അതായത് ഫാമിലി ലിവിങ് എന്ന് പറയില്ല, നമുക്ക് വീട്ടുകാരിക്കൊക്കെ ഇരുന്ന് വർത്താനം പറയാൻ അങ്ങനെയുള്ളൊരു ഏരിയയാണത്. അവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഐശ്വര്യമുള്ളൊരു വീട്, അങ്ങനെ തന്നെ പറയാം. വേണ്ട വലിയൊരു ഫാമിലി ലിവിങ് ഏരിയ. ഒരു കോർട്ട്യാർഡൊക്കെ സെറ്റ് ചെയ്യണ്ട. ഇനി എൻ്റെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടോട്ടാ. ഡൈനിങ് ഹാളും ബെഡ്റൂമും കിച്ചണൊക്കെ ഇനി കാണാൻ കിടക്കണേ ഉള്ളൂ. ഇതേ ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂം അതൊക്കെ സെപ്പറേറ്റ് ആണ്ടാ. നിങ്ങൾ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം ഒന്ന് കണ്ടു നോക്കട്ടെ. അധികം പഴക്കമില്ലാത്ത വീടാണ്ടിത്, അധികം ഉപയോഗിച്ചിട്ടില്ല. അതെ ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ കണ്ടോ. എല്ലാം വിശാലമായ ബെഡ്റൂം. അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ട. ഇത് കബോർഡ് കാര്യങ്ങൾ എല്ലാനും ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡഡാണ്. നമ്മളിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഈ വീഡിയോ തന്നെ പറയൂട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാം. ഇനി നിങ്ങൾക്ക് ഡൈനിങ് ഹാളും അടുത്ത ബെഡ്റൂമൊക്കെ കാണിച്ചു തരാം. കാരണം വീട് നമ്മൾ കംപ്ലീറ്റ് കണ്ടിരിക്കണം, എന്നാൽ മാത്രം നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടണ്ടേ. ഇത് 2ാമത്തെ ബെഡ്റൂം കണ്ട. അതിൻ്റെയൊക്കെ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരേ ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കി. കാരണം ഈ വീട് 4500 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. 4500 സ്ക്വയർ ഫീറ്റിൽ പക്കാ ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡായിട്ട് നിർമ്മിച്ച വീട്. ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ല, അത്രയും നല്ലൊരു വീടാണ്. ഉണ്ടോ കബോർഡ് കാര്യങ്ങൾ, ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി ഉണ്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീടിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇതേ ഡൈനിങ് ഹാള്, ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളൊക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഉണ്ടോ എല്ലാം സെപ്പറേറ്റാണ്. എന്താ ഒരു ലുക്കെന്ന് നോക്കി നിങ്ങൾ. കാരണം നമ്മളൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു ഐഡിയയിൽ പണിത് ഫിനിഷ് ചെയ്തൊരു വീടാണത്. കാരണം ഒന്നിനൊരു കുറവും വരാണ്ട് ലക്ഷറി ഫിനിഷിങ് അങ്ങനെ തന്നെ പറയാം. വാഷ് കൗണ്ടർ ഏരിയയൊക്കെ ഉണ്ട. ഇത് ഓപ്പൺ കിച്ചൺ ഒരെണ്ണം, ആ മെയിൻ മാസ്റ്റർ കിച്ചൺ. ഇനി ഒരെണ്ണവും കൂടി ഉണ്ട് കേട്ടോ, സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഫുൾ ഫർണിച്ചർ അടക്കം ഉണ്ടാണ് ഈ വീടിൻ്റെ വിൽപ്പന. ഇത് സെക്കൻഡ് കിച്ചൺ. എൻ്റെ സെക്കൻഡ് കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ. നല്ല വലിപ്പമുള്ള സെക്കൻഡ് കിച്ചൺ. ഇനി ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്, പിന്നൊരു വർക്കിംഗ് സ്പേസ് വേറെ ഉണ്ട്. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. നമ്മൾ ഈ സ്റ്റെയർ കേസ് വഴി നേരെ അങ്ങോട്ട് മുകളിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ തുണി വിരിക്കാനുള്ള എല്ലാം ഉണ്ട്. അല്ലാണ്ട് വേറെ അകത്തേക്കൂടെയുള്ള സ്റ്റെയർ കേസ് വഴിയും നമുക്ക് കയറി പോകാൻ പറ്റും.
ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂരാണ് കേട്ടോ. പെരുമ്പാവൂർ ടൗണിനടുത്ത് തണ്ടേക്കാടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന. ആലുവ രാജഗിരിയിലോട്ടൊക്കെ വെറും 7 കിലോമീറ്ററേ ഉള്ളൂ. ദേ ഹാള് കണ്ടോ, ഞാൻ മുകളിലത്തെ ഹാള്. എല്ലാ റൂമും നല്ല വലിപ്പവും നല്ല സൗകര്യമുള്ളത്. ഈ വീടിന് ഇവർ ചോദിക്കണ വില, അതായത് 20 സെൻറ്റ് സ്ഥലവും 4500 സ്ക്വയർ ഫീറ്റ് വീടും ഫുൾ ഫർണിച്ചർ അടക്കം ഇവർ ചോദിക്കണ വില 2,90,00,000 രൂപയാണ്. അതും നെഗോഷ്യബിളാണ് കേട്ടോ. അതെ വേണ്ട, എല്ലാ റൂമും നല്ല വലിയ റൂം, അതേ കൂട്ട് തന്നെയുള്ള കബോർഡ് കാര്യങ്ങൾ. അല്ല, വാങ്ങണവർക്ക് എന്ത് വന്നാലും വെറുത്തായിരിക്കും. കാരണം അത്രയും ലാഭമാണിത്. കാരണം നമുക്ക് അത്രയും സമയം ലാഭം. അവർ അതേ കൂട്ട് പണിത് വെച്ചേക്കണ വീട്, അധികം പഴക്കമില്ലാത്തത്, എല്ലാം കൊണ്ട് ലാഭമുള്ളത്. ഇതേ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് വലുത്. ഫ്രണ്ടിലുള്ള വീടുകളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല ലക്ഷറി വീടുകളാണ് ഇതിൻ്റെ പരിസരത്തുള്ളതൊക്കെ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ല, 20 സെൻറ്റ് സ്ഥലവും 4500 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇവർ ചോദിക്കണ വില 2,90,00,000. പക്ഷെ അത് നമുക്ക് ശരിക്കും സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് മുകളിലത്തേല, നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വന്ന് കാണാം, ഓണറുണ്ടാവും, സംസാരിക്കുക, വിലയും കാര്യങ്ങളൊക്കെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട നേരിട്ട് ബൈ ചെയ്യാം. കണ്ട അതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട, എല്ലാവരും നല്ല രീതിക്ക് ഫിനിഷ് ചെയ്ത വീടാണ്. നമുക്കൊരു നഷ്ടവും സംഭവിക്കില്ല. അതിന് പുറത്തോട്ടുള്ളൊരു സ്പേസ് കാണിച്ചു തരാം. ഞാൻ അടുക്കളയിൽ നിന്ന് കയറി വരുന്നൊരു വഴിയില്ലേ, നമുക്ക് അങ്ങാട് ഇതിലേയും കയറാം. ഈ സൈഡിലായിട്ട് ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. താഴെയൊക്കെ ടൈല് വരെയിട്ടുണ്ട്. ഇൻവെർട്ടർ, പവർ ബാക്കപ്പ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങൾ വന്ന് താമസിച്ചാൽ മാത്രം മതി. ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഉണ്ടാവും. ഇത് നല്ല വിശാലമായൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, താഴെയും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളും എന്തേ വേറെ ഉണ്ട്. ഇത് നമ്മുടെ താഴത്തോട്ടുള്ള സ്റ്റെയർ കേസ് കണ്ടോ, അടുക്കളയിൽ നിന്ന് കയറി വന്നപ്പോൾ കാണിച്ചെന്ന സ്റ്റെയർ ഇല്ലേ, അതാണത് കണ്ടത്. ഇവിടെ ഒരു ബാത്റൂം വേറെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഫിനിഷ് ചെയ്തേക്കണ വീടാണ്, ഒരു ഇതുമില്ല. ഈ ഗേറ്റൊക്കെ റിമോട്ടാണ്ടോ, ആണോ, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. വീടിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ, ലൊക്കേഷനും കാര്യങ്ങളും വിലയും എല്ലാം ഞാൻ പറഞ്ഞു. ഇനി ആരും പറഞ്ഞില്ല എന്ന് പറയരുത്.